എന്റെ തെങ്കാശി തമിഴ് പൈകിളി കുറി ചൊല്ലുന്ന മലർത്തേൻ കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറിമാനം അവൾ കേകുമോ അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ ഹായ് ജാനു. ஆத்தாடி எங்க வந்துட்டியா? ഓയ് മീനമ്മ, നോക്കി പേടിപ്പിക്കുന്ന കണ്ടില്ലേ ഉണ്ട കണ്ണി. ഹലോ, എന്താടാ ജാനു താനൊന്നും മിണ്ടാത്തത്? അറ്റ്ലീസ്റ്റ് ഒരു ഹായ് എങ്കിലും പറ. നോ റെസ്പോൺസ്. ഇറ്റ്സ് ഓക്കെ. അല്ല പെങ്ങളെ, നിന്നെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നതിനെ നീ എന്നോട് നീ ക്ഷമിക്കണം. നിന്റെ കൂട്ടുകാരെ വിളയ്ക്കാൻ എനിക്കിതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. വളയ്ക്കാനോ? പിന്നല്ലാതെ നിന്റെ കൂട്ടുകാരി എന്നോടൊരു നോ പറഞ്ഞെന്ന് വെച്ച് ഞാനങ്ങിട്ടിട്ട് പോകുമെന്നാണോ വിചാരം? നെവർ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഞാൻ അവളെ എൻ്റെ ലൈഫിലേക്ക് ചൂസ് ചെയ്തതേ വെറും നേരം പോക്കിനല്ല. നിന്റെ കൂട്ടുകാരുടെ കാര്യത്തിൽ ഞാൻ വളരെ സീരിയസ് ആണ്. അതെ, ഞാനും വളരെ സീരിയസ് ആണ്. ഓ എൻ്റെ പൊന്നളിയ, ആ തിരുവോ നടച്ചു വെക്ക്. ഞാനേ ഈ കാര്യം ആദ്യം ഒന്ന് സംസാരിച്ച് തീർക്കട്ടെ. നിനക്ക് ഞാൻ സമയം തരാടാ. ഓക്കെ, യു കണ്ടിന്യൂ. അപ്പം മീനു, തൻ്റെ കൂട്ടുകാരുടെ സമയം പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? അതായത് എൻ്റെ ലവിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോകുന്നേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എന്ന് വെച്ചാൽ എന്താ മീനിങ്? അടിപൊളി. ഇത്രയും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല? അത് പോട്ടെ. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാലേ, ഞാൻ ഒരൊഴിയാ ബാധയായിട്ട് തൻ്റെ ഫ്രണ്ടിൻ്റെ പുറകെ കാണുമെന്ന്. അതെ, ഞാനും കാണും. സോറി അളിയ, യു കണ്ടിന്യൂ. ചേട്ടന് വേറെ നല്ല ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ഈ പൊട്ടനെ കിട്ടിയുള്ള കൂട്ടിന്. പൊട്ടൻ നിന്റെ മറ്റവനാടി. എൻ്റെ പൊട്ട, അവളുടെ മറ്റവനെന്ന് പറയുമ്പോൾ അത് നീ അല്ലേടാ? അയ്യോ, അത് ശരിയാണല്ലോ. ഇതേ നോക്ക് ചേട്ടാ, ഇയാളുടെ വർത്താനം എനിക്ക് തീരെ പിടിക്കുന്നില്ല. താനത് വിടടോ. അവനെ ഒരു പൊട്ടനാന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലമേ നമുക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് പിന്നായാലും സെറ്റാവാൻ സമയമുണ്ടല്ലോ. എന്തുവാ? അല്ല, അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇനി സമയമുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി. അപ്പം മീനു, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ താൻ തൻ്റെ ഫ്രണ്ടിനോട് വിശദമായിട്ട് പറയണം. പിന്നെ ഈ സീനിയർ ചേട്ടൻ തൻ്റെ ഫ്രണ്ടിനെയും കൊണ്ടേ പോകുന്നേ ഒന്ന് പ്രത്യേകം ആഡ് ചെയ്തേക്ക്. അത് ചേട്ടാ, അത് പിന്നെ. അയ്യോ, ഇപ്പം താനൊന്നും പറയണ്ട. താനീ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാകും. അത് കേൾക്കാൻ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പോച്ച്, എല്ലാം പോച്ച്. എന്നാൽ ശരിടോ മീനു, നമുക്കിനി സമയം പോലെ കുറച്ച് കഴിഞ്ഞിട്ടേ വൈകിട്ട് കാണാം. ശരി ചേട്ടാ. ഏയ് ജാനു, ബൈ. ലവ് യു.
എടാ പോവാണോ? അപ്പം എൻ്റെ കാര്യം? ഓ, ഈ കുരിശ് ഇവിടെ ഉണ്ടായിരുന്നു. എടാ നിങ്ങൾ സംസാരിക്ക്, ഞാൻ പുറത്ത് കാണും. എവിടെ? എടാ, ഓ തെണ്ടി പോയി കളഞ്ഞ കാലമാടൻ. என்ன உங்களுக்கு என்ன வேணும்? അങ്ങനൊക്കെ ചോദിച്ചാ നിന്നെ വേണമെന്നുണ്ട്. എന്തേ, തരാൻ പറ്റുമോ? ദേ, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലുണ്ടല്ലോ, സീനിയർ ആണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. ഓഹോ, അപ്പം ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നീ എന്നെ എന്തോ ചെയ്യും? തൻ്റെ ആ പേട്ട് തലയുണ്ടല്ലോ, അത് ഞാനങ്ങ് തല്ലി പൊട്ടിക്കും. ஏய் ஜானு, ஓ ஃப்ரெண்டு எப்போ இப்படி தானா? இல்லை, இவளுக்கு யார்கிட்டையும் மரியாதையாக பேச தெரியாதா? மரியாதை கொடுத்தாதான் அதை திருப்பி கிடைக்கும், இல்லைனா இப்படி தான் இருக்கும். ஓ அப்படியா? அப்போ லவ் பண்ண திருப்பி லவ் பண்ணுவியா? செருப்பு பிஞ்சிடுவேன். நீயே பாருமா, நான் எவ்வளோ ஒழுங்காக பேசினாலும் உன் ஃப்ரெண்டு தான் ஓவராக சீன் போட்டுட்டு இருக்க. இவளுக்கு லவ் என்னன்னு கொஞ்சம் சொல்லி புரியவை. யாரு நீயா லவ்வை பற்றி சொல்கிற? முதல்ல உனக்கு லவ் என்னன்னு தெரியுமா? உன்னோட ஃப்ளர்ட்டிங் லவ்வே கிடையாது. என்ன பார்க்குற? உன்னை பற்றி இந்த காலேஜில் நிறைய விசாரித்தேன். ஸோ நீ எப்படிப்பட்டவன்னு எனக்கு தெரிஞ்சிருச்சு. அப்புறம் என் பின்னாடி எதுக்காக சுற்றிக்கிட்டு இருக்குன்னு எனக்கு புரியுது. ஆனால் நீ சொல்லும்போது உன்னோட பின்னாடி வர அந்த பொண்ணுங்க இல்லையா, நான் அவங்கள மாதிரி கிடையாது. ஸோ என்னை டிஸ்டர்ப் பண்ணாத. ആ കൊണ്ടാട്ടാവും എനിക്കിട്ട് പണിഞ്ഞത്. എടാ പുന്നാര മോനെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. என்ன அங்கே முனிங்கிட்டு இருக்க? അത് വേണ്ട, എൻ്റെ തമിഴ് ചിലപ്പോൾ മനസ്സിലായെന്ന് വരത്തില്ല. വെറുതെ എന്തിനാ തമിഴിനെ പറയിപ്പിക്കുന്നത്? അതുകൊണ്ട് മലയാളത്തിൽ തന്നെ പിടിക്കാം. ഏയ് മീനമ്മ. என்ன? ഹോ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ടാടി, ഞാനങ്ങ് പൊക്കോളാം. அப்படின்னா ஏன் இங்கே நின்றுக்கிட்டு இருக்க? போக வேண்டியதானே? അതൊക്കെ ഞാൻ പൊക്കോളാം. അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹായ് മീനു. ഹായ് സീനിയർ. ഓ, ഇവന് വേറൊരു പണിയില്ലേ? ഹലോ ജാനു. ஹாய் சீனியர், வாங்க உட்காருங்க. ஆமாம், நீங்கள் சாப்பிட்டியா சீனியர்? இல்லைம்மா, நான் சாப்பிட தான் வந்தேன். ஆமாம், இவன் இங்கே என்ன பண்ணிக்கிட்டு இருக்க? ஓ அதுவா, அதை விடுங்க சீனியர், நமக்கு எதுக்கு தேவையில்லாத விஷயம். ஆமாம், அதுவும் சரிதான். അതെ. എന്നാ? പൊന്നു മോനെ പാവയ്ക്ക കൊണ്ടാട്ടവേ, നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടും. അന്ന് നിനക്ക് തരാനുള്ളതേ മുതലും പലിശയും ചേർത്തേ ഞാൻ തന്നു തീർത്തോളാം. ഓയ് മീനമ്മ. என்ன சீனியர், அவன் என்ன சொன்ன? ஏய் ஒன்றும் இல்லைம்மா, நீ சாப்பிடு. എടാ സാമദ്രോഹി, നിന്റെ കാര്യം കഴിഞ്ഞപ്പോൾ നീ നൈസായിട്ടങ്ങ് എസ്കേപ്പ് ആയല്ലേ? എടാ അളിയ, അത് പിന്നെ മതി, നീ കൂടുതലൊന്നും ഇനി പറയണ്ട. ദേ, എൻ്റെ കൈവാക്കിനൊന്ന് മാറി നിന്നോ. എടാ നീ ഒന്ന് ദേഷ്യപ്പെടാതെ മാൻ. പിന്നെ ഉണ്ടല്ലോ, നിൻ്റെ ആ മീനമ്മയില്ലേ, അവൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടാ. അവളെ നോക്കി കൊല്ലും നനവാ. അതിന് നിനക്കിപ്പോൾ എന്താ? അല്ലടാ, നിൻ്റെ കാര്യത്തിലേ ഇപ്പം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്താൽ ജാനുവിൻ്റെ കാര്യത്തിൽ അവൾ എൻ്റെ കാല് വാരുവടാ. ഓ, അതുകൊണ്ട് നൈസായിട്ട് നീ എൻ്റെ കാല് വാരുവല്ലേ? എൻ്റെ പൊന്നളിയ, എൻ്റെ അവസ്ഥ അതായി പോയില്ലടാ. അതുകൊണ്ടേ തൽക്കാലം നീ ഒന്ന് ക്ഷമിക്ക്. ജാനുവിൻ്റെ കാര്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൾക്കല്ലേ പറ്റൂ. സോ ഇപ്പം നീ ഒന്ന് സമാധാനിക്ക്. ജാനുവിനെ ഞാൻ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കൂടെ എന്തിനും ഈ ഞാൻ കാണും. അതിനു മുമ്പേ അവളെ ആ പാവയ്ക്ക കൊണ്ടാട്ടം കൊണ്ടുപോകും.
പിന്നെ നീമാരും കണ്ടാണല്ലോ അവളെ കാണുമ്പോൾ അവൻ്റെ ഒരു ഇളക്കം. ഹോ, എന്താ സഹിക്കാം. ഇവൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, ഇത് കേൾക്കുമ്പോഴേ എൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നുന്നത്. എൻ്റെ പൊന്നു മോനെ സഞ്ജു, നിൻ്റെ ആ തിരുവ ഒന്ന് അടച്ചു വെക്ക്. വെറുതെ എന്തിനാടാ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ ബി പി കൂട്ടുന്നത്? ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം. പിന്നെ നീ അവളെ വിളയ്ക്കുന്നതിന് മുമ്പ് അത് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നോക്ക്. അതിവൻ പറഞ്ഞത് ശരിയാ, അവൻ്റെ പോക്ക് അത്ര പന്തിയായിട്ട് എനിക്കും തോന്നുന്നില്ല. അവനെന്തായാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവനുള്ളതേ ഞാൻ കൊടുക്കുന്നുണ്ട്. மீனு என்ன இல்லை, இது உனக்கே கொஞ்சம் ஓவராக தெரியலையா? என்னது? நான் அந்த சீனியரை பற்றி தான் சொன்னேன். ஐ திங்க் நீ சொன்னது அவங்களுக்கு ஹர்ட் ஆயிடுச்சு. ஹர்ட்டா? ஆகட்டும், அதில் எனக்கு என்ன? ஏன்டி இப்படி சொல்கிற? ஏதோ என்னான்னு தெரியாது, அவங்கள பார்த்தா உங்ககிட்ட ஃப்ளட் பண்ண மாதிரி எனக்கு ஃபீல் ஆகலை. நீ அவங்ககிட்ட பேசும்போது அவங்களோட மூஞ்சி நீ பார்த்தியா? ரொம்ப ஹர்ட் ஆன மாதிரி இருக்கு. ஓ அப்படியா? ஏன் அந்த ராம் சீனியரை நீ ரிஜெக்ட் பண்ணும்போது அவங்களோட மூஞ்சி நீ பார்க்கலையா? ஏண்டி எதுக்காக இப்போ அவங்கள பற்றி பேசிக்கிட்டு இருக்க? நீ அந்த பொறுக்கிக்கு சப்போர்ட் பண்ணும்போது நான் அவங்களுக்கு சப்போர்ட் பண்ணக்கூடாதா? அது அது வந்து எனக்கு அவங்கள பிடிக்கல, அதான் நான் அப்படி சொன்னேன். ஆமாம் ஆமாம், உன் மூஞ்சியில் அது நல்லா தெரியுது. ഹലോ താര, താൻ വന്നോ? ഹായ്. അല്ല, താൻ അറിഞ്ഞില്ലേ നമ്മുടെ ശ്രീറാമിൻ്റെ കാര്യം? റാമിൻ്റെ കാര്യമോ? എന്ത് കാര്യം? ഓ, പറഞ്ഞ പോലെ താൻ എങ്ങനെ അറിയാനാ? താൻ ലീവ് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ച് വന്നതേ ഉള്ളൂ അല്ലേ? അതെ, ഞാൻ കുറച്ച് മുമ്പ് വന്നതേ ഉള്ളൂ. അല്ല, തനിക്കെന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറയട്ടോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. തന്നോടതെങ്ങനെ പറയുന്നു? ശരിക്കും എനിക്കറിയില്ലടോ. ഒന്നുമില്ലേലും താൻ കുറേ നാളായിട്ട് ഉള്ളിക്കൊണ്ടു നടക്കുന്ന ആളല്ലേ ശ്രീറാം. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? തനിക്ക് വിധിയില്ല, അത്ര തന്നെ. വാട്ട് യു മീൻ? താൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, റാമിനെന്ത് പറ്റി? ഏയ്, റാമിനൊന്നും പറ്റിയില്ല. പക്ഷേ ഹലോ, അവളുടെ കാര്യം നോക്കാനേ അവളുടെ ഫ്രണ്ടായ ഞാനിവിടെ ഉണ്ട്. അതുകൊണ്ട് മോള് കൂടുതൽ കഷ്ടപ്പെടാൻ നിൽക്കണ്ട, പോകാൻ നോക്ക്. അല്ല ജെസ്സി, ഞാൻ വെറുതെ... പൊന്നു മോളെ, വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കൂട്ടാതെ നീ പോകാൻ നോക്ക്. എടി, അവളെന്തായി പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, റാമിനെന്ത് പറ്റി? അവൻ ഓക്കെ അല്ലേ? ആടി, അവൻ ഓക്കെയാ. പക്ഷേ എന്താടി കാര്യം? എന്താന്ന് പറ. എടി, അത് അവന്... നോക്ക് ജെസ്സി, വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ നീ കാര്യമൊന്ന് പറ. എടാ, അവനൊരു കുട്ടിയെ പ്രപ്പോസ് ചെയ്തു. വാട്ട്? റാമോ? ജെസ്സി, നീ വെറുതെ തമാശ കളിക്കല്ലേ. എടാ, ഈ കാര്യം ഞാൻ തമാശ പറയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഐ ആം സീരിയസ് ഡാ. ഒരു ജൂനിയർ കുട്ടി അവൻ പ്രപ്പോസ് ചെയ്തത്. കോളേജ് മൊത്തം അത് ഫ്ലാഷ് ആയിട്ടും ഉണ്ട്. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ നീ എന്താ അത് എന്നോട് പറയാഞ്ഞത്? ഞാനത് മനഃപൂർവ്വം പറയാഞ്ഞതാ. ഞാനപ്പോൾ അത് പറഞ്ഞിരുന്നെങ്കിൽ നീ പിന്നെ ഇങ്ങോട്ട് വരുമായിരുന്നോ? നീ അത് വിട്ടേക്കടാ, അവൻ നിനക്ക് സെറ്റാവില്ല. ഓക്കെ, വാ പോകാം. എടാ, ഏയ് ഇല്ലടാ, ഞാൻ ഓക്കെയാ. അല്ലേലും ഈ സ്നേഹം എന്നൊക്കെ പറയുന്നതേ അത് പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അവൻ ആ കുട്ടി ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറണം, അതാ നല്ലത്. എൻ്റെ കൊച്ചിനെ അതോർത്ത് സങ്കടപ്പെടാൻ പാടില്ല. പോട്ടടി, നിനക്ക് ഞാനില്ലേ കൂടെ? എനിക്കത് മതി. അല്ല, ആ കുട്ടി നിനക്കറിയാവോ? ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? നീ അത് വിടടാ, നമുക്കെന്തിനാ അതൊക്കെ? ഏയ്, ചുമ്മാ അതൊന്ന് കണ്ടു വെക്കാനാടാ. ഒന്നുമില്ലെങ്കിലും റാമിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റിയ ആളല്ലേ, അയാളെ കാണാനൊരാഗ്രഹം. അത് വേണോ? അത് വേണം, പക്ഷെ ഇപ്പം വേണ്ട,
പിന്നെ മതി. ആദ്യം നീ വരാൻ നോക്ക്, നമുക്കേ ക്ലാസ്സിൽ പോവാം. ഇല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയതിനുള്ള ആട്ട് സാറിൻ്റെ വായിന്ന് കേൾക്കേണ്ടി വരും. അല്ലടാ അളിയ, നീ എങ്ങോട്ടാ ഈ മൂട്ടിന് തീ പിടിച്ച പോലെ ഓടുന്നത്? ഞാനെങ്ങോട്ട് പോരാ, ഞാനെൻ്റെ ജാനുവിനെ കാണാൻ പോവാ. ഓഹോ, കാമുകൻ ഡ്യൂട്ടിക്ക് പോകുവാണെന്ന് സാരം. യാ, അതെ. ഓയ് ജാനു. ഹലോ. അവൾ മാത്രമല്ല സീനിയർ, ഞാനും ഇവിടെ നിൽപ്പുണ്ട്. മീനുക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, അതിനെ ആദ്യം അവളുടെ മുഖത്തൊന്ന് കണ്ണെടുക്കണം, എന്നാലേ ചുറ്റുമുള്ളവരെ കാണാൻ പറ്റൂ. ஏன்டி சும்மா வெட்டியா நின்று பேசிக்கிட்டு இருக்க? அதான் காலேஜ் முடிஞ்சாச்சுல, அதுக்கப்புறம் இங்கே நிற்க வேண்டிய அவசியம் நமக்கு கிடையாது. ஒழுங்கா மூடிக்கிட்டு வா. உனக்கு இப்போ என்னாச்சு? ஏன் தேவையில்லாத கோவப்பட்டுட்டு இருக்க? நாங்கள் சும்மா தானே பேசுறது. பாரடி, நீ இப்போ என் கூட வர போறியா இல்லையா? அம்மா தாயே, நான் வரேன். ശരി സീനിയർ, ഞങ്ങളെന്നാ പോവാണേ. ആ ഓക്കേടോ. ഏയ് ജാനു, ലവ് യു. ആ അല്ല, നിനക്കിതെന്ത് പറ്റിയടാ ടൈസ? ഇന്നെന്താ നിനക്ക് അവളോട് തല്ലൊന്നും കൂടണ്ടേ? അല്ല, അവളെ ഇത്ര അടുത്ത് കിട്ടിയിട്ടും നീ ഒന്നും മിണ്ടാൻ പോലും നോക്കിയില്ലല്ലോ. എന്താ മോനുസേ, കുറ്റബോധമാണോ? കുറ്റബോധോ? എന്തിന്? അല്ല, ഇന്ന് നിന്നെ അവള് ക്യാൻറ്റീനിൽ വെച്ച് നിർത്തിപ്പൊരിച്ചതല്ലേ? ഓ പിന്നെ, അതൊന്നും എൻ്റെ രോമത്തിൽ പോലും ഏറ്റിട്ടില്ല. പിന്നെന്താ നീ ഇത്ര സൈലൻ്റായിട്ട് നിൽക്കുന്നത്? ഓ അതോ, അത് ദേ ഈ നാറിക്ക് വേണ്ടിയിട്ടാ. എനിക്ക് വേണ്ടിയോ? പിന്നല്ലാതെ, നീയല്ലേ പറഞ്ഞത് നിന്റെ ജാനുവിനെ നിനക്ക് വളയ്ക്കണമെങ്കിൽ നിനക്കെൻ്റെ മീനുമ്മയുടെ ഹെൽപ്പ് വേണമെന്ന്. ഇനി ഞാൻ അവളുടെ പിറകെ നടന്നിട്ട് നിനക്ക് അവളുടെ ഹെൽപ്പ് കിട്ടാതിരിക്കണ്ട. എടാ അളിയ, നീ ശരിക്കും എനിക്ക് വേണ്ടി നിന്റെ ലവൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഇറങ്ങിപ്പോടായിരപ്പേ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ മോന്തയിടിച്ച് ഞാൻ ചളുക്കും. അവള് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത് വരെ ഉള്ളൂ ഞാനിങ്ങനെ അടങ്ങിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പണി തുടങ്ങും. പിന്നെ ഈ ഗ്യാപ്പിൽ എനിക്ക് ആ ദിനേശിൻ്റെ ശല്യം ഒന്ന് ഒഴിവാക്കണം. ആരേ വാ, പൊളിച്ചല്ലോടെ മോനെ നിൻ്റെ മാസ്റ്റർ പ്ലാൻ. യാ, താങ്ക് യു. നിൻ്റെ പേട്ടുത്തലയിൽ ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോടാ? ഡേ ഒരുപാടങ്ങോട്ട് ഊതല്ലേ. അല്ലടാ, അപ്പോൾ ദിനേശിൻ്റെ ശല്യം എങ്ങനെ ഒഴിവാക്കാനാണ് നിൻ്റെ പ്ലാൻ? അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. ആദ്യം നീ പോയി എൻ്റെ മീനമ്മ കയ്യിലെടുക്കാൻ നോക്ക്. അതങ്ങനെ പെട്ടെന്ന് മെരുങ്ങുന്ന സാധനമല്ല. അവളെ കയ്യിലെടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. அந்த சிரிப்பு பார்த்தா கனவில் ஏதோ சீனியர் வந்த மாதிரி தெரியுது. ஒரு மண்ணும் இல்லை. ஓ அப்படியா?
ஆமாம், அப்போ இந்த ஸ்மைலுக்கு என்ன அர்த்தம்? என்ன ஸ்மைலு? நான் ஒன்றும் நினைக்கலையே. ஓ ஓ, ஆனால் உன்னை பார்த்தா அப்படி தெரியாது. நீ ஏதோ சீரியஸாக நினைக்கிற மாதிரி இருக்கு. இந்த பாரடி, நீ வர வர ரொம்ப ஓவராக போயிட்டு இருக்கு. ஒழுங்கா இங்கிருந்து ஓடி போயிடு. ஆ, நான் என்ன போனோம்? இது என்னோட ரூமு தான். கடவுளே, இவளை வச்சு நான் என்ன பண்ணுறது? நீ ஒன்றும் பண்ண வேண்டாம். ஒழுங்கா நான் கேட்குற கேள்விக்கு நீ பதில் சொன்னால் போதும். பதிலா? என்ன பதில்? இல்லை, எதுக்காக அந்த ராம் சீனியர்கிட்ட போய் சொல்ல சொன்னேன்? அது அது முன்னாடி நான் சொன்னேன்ல, எனக்கு அவங்கள பிடிக்காது. நீ சொல்கிறது பொய்ன்னு உன் மூஞ்சியில் தெரியுது. அது அது வந்து ஏது வந்து? ஒன்றும் கிடையாது. எனக்கு அவங்கள பிடிக்கல. தட்ஸ் ஃபைனல். ஆமாம் ஆமாம், அது பார்த்தாலே தெரியுது. ஏய் ஜானு, நீ கொஞ்சம் கேர்ஃபுல்லாக இருந்துக்கோடி. ஏன்னா நீ நோ சொன்னாலும் அந்த சீனியர் உன்னை விட மாட்டா. நீ வேணா பாரு, கடைசியில் நீ அவங்களுக்கு எஸ் தான் சொல்ல போகிற. அது நடக்கவே நடக்காது. இனி ஏன் பின்னாடி அவங்க சுற்றிக்கோன்னு வச்சுக்கோய். அதுக்கப்புறம் நான் சார்கிட்ட கம்ப்ளைண்ட் பண்ணிடுவேன். கம்ப்ளைண்ட்டா? ஏண்டி, நீ என்ன கம்ப்ளைண்ட் பண்ணாலும் அவங்க உன்னை விட மாட்ட. உன் விஷயத்தில் அவங்க ரொம்ப சீரியஸ். அது உனக்கும் தெரிகிற விஷயம் தானே? ஏய், கொஞ்சம் சும்மா இருண்டி. அவங்கள எப்படி சொல்லி புரிய வைக்கணும்னு எனக்கு தெரியும். நீ உன் வேலையை பாரு. நீ என்ன பண்ண போகிற? நான் இல்லை, நீ தான் பண்ண போகிற. எது, நானா? ஆமாம், நீயே தான். நீ என் பெஸ்ட் ஃப்ரெண்ட் தானே. ஸோ இந்த வேலை உனக்கு தான். என்னடி, என்னை பார்த்து உனக்கு எப்படி தெரியுது? ஏன் உங்கள் லவ்வுக்கு நான் என்ன உருக்காயா? எங்கள் லவ் இல்லை, அவங்க லவ். எனக்கு அவங்க மேலே லவ் கிடையாது. ஆமாம் ஆமாம், எத்தனை நாள் நீ இப்படி சொல்ல போகிறேன்னு நானும் பார்க்குறேன். அப்புறம் என்ன வச்சு நீ என்ன வேலை செய்ய போகிற? அது வந்து டைம் ஆகும்போது உனக்கு நான் சொல்லித்தரேன். இப்போது என் பாப்பா போய் தூங்கு. போகிறேன். எங்கே போச்சு? என்னடி, என்ன தேடிக்கிட்டு இருக்க? உன்னோட சீனியரை தான். கொஞ்ச டேஸாக எங்கே தானே வெயிட் பண்ணிக்கிட்டு இருக்க. ஆனால் இன்னும் காணவே இல்லையே. அது வந்து ஏன் பின்னாடி சுற்றுறது சுத்த வேஸ்ட்டுன்னு அவங்களுக்கு தெரிஞ்சு போச்சு. அப்பாடா, இப்போ தான் நிம்மதியாக இருக்கு. ஓய் ஜானு, நீ சொன்னது உண்மைதாண்டி. அவங்க உன்னை மறந்துடுச்சு. ഛീ, പേസാമ ഇരുടി. എന്താണ് പെങ്ങളെ, തൻ്റെ ഫ്രണ്ട് ഇന്ന് നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നല്ലോ. അത് സീനിയർ. ഏയ് മീനു, നീ ഇപ്പം എൻ കൂടെ വര പോറിയാ இல்லையா? இருடி, நான் கொஞ்சம் பேசட்டும். நீ இங்கே பேசிக்கிட்டு இருக்கு, நான் போகிறேன். ஏய் ஜானு, கொஞ்சம் வெயிட் பண்ணடி, நானும் வரேன். என்னால் முடியாது, போடி. ശരി സീനിയർ, നമുക്ക് പിന്നെ കാണാം. പുള്ളിക്കാരി ഇന്ന് തിരിച്ചൂടില്ല. ഓക്കേടോ. എന്താണ് ആളിയത്? നിന്നെ കാണുമ്പോൾ തന്നെ അവൾ നിലം തൊടാതെ ഓടുവാണല്ലോ. ഇങ്ങനെ പോയാൽ അതിനെ വളയ്ക്കാൻ നീ കുറേ കഷ്ടപ്പെടും. കുറച്ചൊന്നും അല്ല മോനെ, ഞാൻ ഇത്തിരി അധികം കഷ്ടപ്പെടേണ്ടി വരും. എന്തോ ആണെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്തോണം മിസ്റ്റർ. എന്നിട്ട് വേണം എനിക്ക് എൻ്റെ പണി തുടങ്ങാൻ. ഓഹോ, അല്ല നിന്റെ പണി തുടങ്ങുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ദിനേശിൻ്റെ കാര്യം എന്തായി? അവനെ ഒതുക്കാൻ വേറെ പ്ലാനൊന്നും ഇല്ലേ? അതൊക്കെ ഞാൻ സെറ്റാക്കി. ഇന്ന് ഞാൻ അവനെ പൊക്കും.
ഡാ ആ എന്നെ എന്നെ വേണോ? എനിക്ക് നിന്റെ ഒന്നും വേണ്ട. പക്ഷേ നീ ഒന്ന് മര്യാദയ്ക്ക് നടക്കുന്നതാവും നിനക്ക് നല്ലത്. നീങ്ക എന്നെ പേசுறது എനക്കൊന്നും പുരിയല. ഞാനീ മീനാക്ഷിയുടെ കാര്യം ഈ പറയുന്നത്. അവളുടെ പിറകെയുള്ള നിന്റെ ഈ നടപ്പുണ്ടല്ലോ, അത് മോനങ്ങ് നിർത്തിയേക്ക്. അതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. பாருங்க டைசன், அவ என்னோட ஃப்ரெண்டு தான். நான் அவகிட்ட பேசுறதுல உங்களுக்கு என்ன? എടാ മോനെ, നിന്റെ പോക്ക് കണ്ടിട്ടേ നീ അവളെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്ന പോലെ ഞങ്ങൾക്കാർക്കും തോന്നില്ലല്ലോ. நீங்கள் எப்படி நினச்சாலும் அதில் எனக்கு கவலை கிடையாது. அப்புறம் நான் அவங்கள எப்படி பார்த்தாலும் உங்களுக்கு என்ன? അത് എങ്ങളോட വിഷയം. നിന്റെ വിഷയം ഉണ്ടല്ലോ, അതെന്ത് തന്നെ ആണെങ്കിലും തൽക്കാലം നീ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അവളെ ഈ ടൈസൻ്റെ പെണ്ണാ. അവളെ കണ്ട ടൈമിൽ ഞാനത് ഫിക്സ് ചെയ്തതാ. പിന്നെ പൊന്നുമോ വെറുതെ ഞങ്ങളുടെ ഇടയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. ഉണ്ടാക്കിയാലുണ്ടല്ലോ അത് നിന്റെ നല്ലതിനായിരിക്കില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ അവന് മനസ്സിലായടാ. എടാ, എല്ലാം നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? അങ്ങനാണെങ്കിൽ നിനക്ക് നല്ലത്. പിന്നെ ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തിക്കരുത്, കേട്ടല്ലോ? എടാ, നമ്മളവനെ ഭീഷണിപ്പെടുത്തിയ കാര്യമേ അവൻ നിന്റെ മീനമ്മയോട് വല്ലതും പറയുമോ? സംശയം എന്താ? ഉറപ്പായിട്ടും അവൻ പറയും. അതവൻ പറയേണ്ട താമസം അമ്പും വില്ലും എടുത്തോണ്ടേ അടുത്ത യുദ്ധത്തിന് വേണ്ടിയിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഏയ് പൊറുക്കി, ആഹാ, ഇത്ര പെട്ടെന്ന് എത്തിയോ? ഞാൻ പറഞ്ഞില്ലേ അവൾ വരുമെന്ന്. ഓ ദൈവമേ, ആ വരക്കം കണ്ടിട്ടേ ഇന്നിവിടെ എന്തെങ്കിലും ഒക്കെ നടക്കും. ஏய் மீனு, வேணாண்டி, சும்மா போய் சண்டை போடக்கூடாது. நீ கொஞ்சம் சும்மா இரண்டி. இன்னைக்கு நானா இல்லை அவனான்னு நான் பார்க்குறேன். அச்சச்சோ கடவுளே, அந்த சீனியரை நீ காப்பாத்திக்கோ. എടാ, അവളെ ഇനി എന്തെങ്കിലും ചെയ്താലേ എന്നെ ഇട്ടിട്ട് ഓടല്ലേടാ. ഏയ്, നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട. എന്ത് വന്നാലും ദേ ഇവൻ നിന്റെ കൂടെ കാണും. ഞാനോ? ஏ, உனக்கு என்னடா பிரச்சனை? நான் தான் உங்ககிட்ட சொன்னேன்ல, மற்ற பொண்ணுங்க கிட்ட ஃப்ளர்ட் பண்ண மாதிரி என்கிட்ட வரக்கூடாதுன்னு. உனக்கு அது புரியலையா? நான் இங்கே வந்ததே படிக்கத்தான், உங்ககிட்ட சண்டை போட கிடையாது. இனிமே என் பேரில் ஏதாச்சும் பிரச்சனை பண்ணணும்னு நினச்சிக்காதே. அதுக்கப்புறம் நான் சும்மா இருக்க மாட்டேன். அவங்க எங்க போச்சு? என்ன உன் வாயில் யாராச்சும் ஸ்டாப்லர் போட்டு விட்டுட்டியா? இல்லைன்னா வாய்க்கு வாய் பேசிக்கிட்டு இருப்பல. இப்போது உங்கள் வாய் எங்கே போச்சு? அந்த ராம் சீனியரோட ஃப்ரெண்ட் ஆயதுனால மட்டும்தான் நான் சும்மா இருந்தேன். இனிமே என் குறுக்க வரக்கூடாது. உங்களை பார்த்தாலே எனக்கு எனக்கு பிடிக்கலை. அப்புறம் எதுக்காக நீ அந்த சீனியரை போய் வார்ன் பண்ண? எனக்கு தெரியாமல் தான் கேட்குற. ஏன் மேலே உனக்கு என்ன ரைட்ஸ் இருக்குது? நான் என்ன உன்னோட வைஃபா இல்லை லவ்வரா? இல்லைல்ல. அப்புறம் எதுக்காக அவங்கக்கிட்ட போய் அப்படி சொன்னேன்? தப்பாரு, எனக்கும் அவங்களுக்கு இடையில் 100 இல்லை 1000 விஷயம் இருக்கும். அதுக்காக நீ யார்? எங்களுக்குள்ள எந்த ரிலேஷன் இருந்தாலும் உனக்கு என்ன? அது உன்னோட விஷயம் கிடையாது. நான் எனக்கு பிடிச்சவங்க கூட பழகிடுவேன். அது நீ கேட்கக்கூடாது. இனிமே அவங்கள ஏதாச்சும் சொன்னோன்னு வச்சுக்கோயே, அதுக்கப்புறம் நான் சும்மா இருக்க மாட்டேன். போதும். என்ன, நான் கொஞ்சம் சைலண்டாக இருந்தா நீ என்ன வேணாலும் பேசுவியா? ஆமாடி, நான் அவனை மிரட்டிட்டேன். அது ஏன்னு உனக்கு தெரியுமா? எனக்கு பிடிக்கல. உன் பின்னாடி அவ சுத்துறது எனக்கு சுத்தமாக பிடிக்கல. உனக்கு என்ன? அவங்க என் பின்னாடி சுத்தினா உனக்கு என்ன? எனக்கு பிடிக்கல. உன் பின்னாடி யார் சுற்றினாலும் எனக்கு அது பிடிக்காது. ஏன்னா எனக்கு உன்னை தான் பிடிக்கும், உன்னை மட்டும்தான் பிடிக்கும். உன் பின்னாடி யார் சுற்றினாலும் நான் இப்படி தான் செய்ய போகிறேன். அப்புறம்
நீ சொன்னது கரெக்டு தான். நான் ரொம்ப ஃப்ளர்ட்டிங் பர்சன் தான், இல்லைன்னு நான் சொல்லலை. ஆனால் அது உன்னை பார்க்குறதுக்கு முன்னாடி, உன்னை பார்த்ததுக்கப்புறம் நான் யார்கிட்டயும் அப்படி பிஹேவ் பண்ணதே கிடையாது. ஏன்னா என் மனசுக்குள்ளே நீ தான் இருக்கு. உங்ககிட்ட உங்ககிட்ட நான் ஃப்ளர்ட் பண்ண பார்க்கல, உன் கூட பழக தாண்டி நான் ட்ரை பண்ணேன். ஆனால் உன் மர மண்டைக்கு தான் அது புரியாமல் போயிட்டேன். தோ இப்போ நான் சொல்கிறேன், தெளிவாக கேட்டுக்கோ. எனக்கு உன்னை தான் பிடிக்கும், நான் உன்னை லவ் பண்ணுறேன். அப்புறம் உனக்கு ஒன்று தெரியுமா, இந்த காலேஜில் ஒருத்தங்க கூட என் முன்னாடி இப்படி கத்தி பேசுகிறதே கிடையாது. ஆனால் நீ பேசிட்ட. ஏன்னு தெரியுமா, எனக்கு அது பிடிக்கும். நீ என்கிட்ட பேசுகிறதும் சண்டை போடுறதும் கத்துறதும் எல்லாமே எனக்கு ரொம்ப பிடிக்கும். இந்த பாரு மீனம்மா, நீ என்ன நினச்சாலும் இல்லை என்ன பண்ணாலும் எனக்கு கவலையே கிடையாது. எனக்கு நீ தான் வேணும். அதுக்கு நான் எவ்வளோ வேணாலும் ட்ரை பண்ணுவேன். அப்புறம் அந்த தினேஷ், அவன் இனிமே உன் பின்னாடி வர்றது நான் பார்த்தேன்னு வச்சுக்கோயே, அதுக்கப்புறம் நானும் சும்மா இருக்க மாட்டேன். ஏய் ஜானு. என்ன சீனியர்? சுற்றி சுற்றி பார்க்க வேண்டாம், அவ இங்கே இல்லை. அவனோட அம்மா கால் பண்ணிட்ட, அவனோட அம்மாவை பார்க்க போயிட்ட. நாளை காலையில் தான் வரும். அப்புறம் உன்னோட ஃப்ரெண்டுக்கு ஏதாச்சும் நல்ல புத்தி சொல்லி வை. வாவ், வாட் ஏ சீன். மீனு, ஏய் மீனு. என்னடி? அவங்க போயாச்சு. நான் அப்பவே உங்ககிட்ட சொன்னல, சும்மா போய் சண்டை போடக்கூடாதுன்னு. நீ கேட்டியா? இப்போ உனக்கு நிம்மதியாக இருக்குல்ல? சரி சரி, வா போகலாம். ஹாஸ்டலுக்கு போக டைம் ஆயிடுச்சு. ஹாஸ்டலுக்கா? போகலாம். എൻ്റെ ദൈവമേ, ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഓ എൻ്റെ പൊന്നളിയാ, എന്നാ ഫയറായിരുന്നടാ. ഓ നിന്റെ ഡയലോഗ് കേട്ടിട്ടേ എനിക്ക് തന്നെ രോമാഞ്ചം വന്ന്. ഓ കൊച്ചു കള്ളൻ, തമിഴ് മൂവീസ് കാണുന്നതിൻ്റെ ഗുണം നീ കാണിച്ചു തുടങ്ങി. ശരിക്കും പിന്നല്ലാതെ ഞങ്ങൾ മാത്രമൊന്നുമല്ല, നിന്റെ മീനമ്മ വരെ ഞെട്ടിത്തരിച്ചു പോയി. അല്ല, അങ്ങനെ ആയിരുന്നല്ലോ നിന്റെ പെർഫോമൻസ്. അയ്യോ എൻ്റെ പൊന്നടവേ, ഞാൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഞാൻ വിചാരിച്ചതേ പറഞ്ഞു തീരുമ്പോഴത്തേക്കും അവളുടെ കൈ എൻ്റെ കരണം പൊളിക്കുമെന്നാ. പക്ഷേ ഭാഗ്യത്തിന് അതുണ്ടായില്ല. എന്തായാലും നീ ഇന്ന് കൊസറിയുടെ മോനെ, അതുകൊണ്ട് നമുക്ക് ഇന്നിത് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. എന്താണ് കാമുകൻ രാവിലെ തന്നെ നല്ല ഫോമിലാണെന്ന് തോന്നുന്നല്ലോ. അത് പിന്നെ ഇല്ലാതിരിക്കൂടവേ. ഇന്നലെ അവൻ്റെ ജാനു അവനെ തിരഞ്ഞെന്ന് പറഞ്ഞപ്പോൾ മുതലേ ആള് നിലത്തൊന്നുമല്ല. കണ്ടില്ലേ, ലാസ്റ്റ് ബെല്ലടിച്ചാലും കോളേജിൽ കയറാത്തവനാ ഇന്നതേ നേരം വെളുത്തപ്പോൾ റെഡിയായി നിൽക്കുന്നത്. എന്തായാലും ഇവൻ്റെ കാര്യത്തിലേ ആ ജോസഫ് സാറിന് ഇപ്പം സമാധാനമായി കാണും. അത് പിന്നെ അങ്ങനല്ലേ വരൂ. സാറിൻ്റെ പ്രിയ ശിഷ്യനെ ശീലങ്ങളൊക്കെ തെറ്റിച്ച് നല്ല കുട്ടിയായിട്ട് മാറിയില്ലേ. ഓ മതിയുടെ ഊളകളെ, രാവിലെ തന്നെ എൻ്റെ ചോര കുടിച്ചത്. മര്യാദയ്ക്ക് റെഡിയായിട്ട് വരാൻ നോക്ക്. ഓ തമ്പ്രാ, എല്ലാം പറഞ്ഞ പോലെ. അല്ല, അപ്പം എങ്ങനാ മോനെ, തുടങ്ങുമല്ലേ? പിന്നല്ലാതെ.
ஏய் ஜானு கொஞ்சம் மெதுவா புடிடி, என் கை வலிக்குது. ஆ முடியாது, எனக்கு அவன் தொலை தாங்க முடியல. நீ இன்னைக்கு அவன்கிட்ட எல்லாம் சொல்லி ஆகணும். கொஞ்சம் சீக்கிரமா வாடி. நான் சொல்றேன்டி, கொஞ்சம் மெதுவா புடி. ഓയ് മീനമ്മ, എന്താ ഇത്ര പെട്ടെന്ന് തന്നെ മിസ് ചെയ്തോ? சீனியர், நீங்க கொஞ்ச நேரம் சும்மா இரு. வேணு, நான் சொன்னது இவங்க கிட்ட சொல்லி வை. എന്ത് പറ്റിയടോ മീനു? ഇന്ന് എൻ്റെ ജാനു നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നല്ലോ. നല്ല ദേഷ്യത്തിൽ തന്നെ. കാരണം എന്താണെന്നേ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ஏய், சீக்கிரம் சொல்லிட்டு வாடி. சொல்றேன், கொஞ்ச நேரம் சும்மா இருண்டி, இப்போ நான் சொல்லிட்டு வரேன். എന്താടോ മീനു, എന്തു പറ്റി? പുതിയ വിഷയം ഒന്നുമല്ല, വിഷയം പഴയത് തന്നെ. ഇനി സീനിയർ അവളുടെ പുറകെ നടക്കരുതെന്ന്. ഓ, അതായിരുന്നു. അത് തന്നെ. എൻ്റെ പൊന്നു മീനു, എന്നെ റിജക്റ്റ് ചെയ്യാൻ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറയാൻ തൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞതാണല്ലോ. അത് വിട്ടിട്ടേ എന്നെ ഉപദേശിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ റീസൺ വാലിഡ് ആണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തന്നെ ഒഴിഞ്ഞു പൊക്കോളാം. അത് മുൻപ് ഞാൻ പറഞ്ഞതാണല്ലോ. എന്നാലേ സീനിയർക്കൊരു പണിയുണ്ട്. അവളിപ്പോൾ വാലിഡായിട്ടൊരു റീസൺ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആഹാ, ഇതിൻ്റെ ഇടയ്ക്ക് റീസണൊക്കെ ഉണ്ടാക്കിയെടുത്തോ? എന്തായാലും പറ, ഞാനൊന്ന് കേൾക്കട്ടെ. நீனு கொஞ்சம் வேகமா சொல்றீ. ஓ, உனக்கு என்னடி பிரச்சனை? நான் தான் சொல்லிக்கிட்டு இருக்கல, கொஞ்சம் வெயிட் பண்ணடி. சீனியர், அது வந்து ഹലോ. பாரு பொறுக்கி, நான் உங்ககிட்ட பேசல. சும்மா சும்மா குறுக்கு வராதியே. അയ്യോടി, ഞാനേ നിൻ്റെ അടുത്ത് കൊഞ്ചിക്കൊഴാനൊന്നും വന്നല്ല. പിന്നെ നീ ഇങ്ങനെ തമിഴ് തന്നെ പേശിക്കൊണ്ടിരുന്നാലേ ഇവന് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നെ ഞാൻ വേണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ. அது நான் கவனிக்கல, சாரி. என்ன கேட்கல, சத்தமா சொல்லு. போடா பொறுக்கி. അതെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞെങ്കിലേ ആ റീസൺ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് പിന്നെ സീനിയർ, കാര്യം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. എൻ്റെ പൊന്നു പെങ്ങളെ, നീ ആദ്യം കാര്യം പറ, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. കാര്യം ഇത്രയേ ഉള്ളൂ. അവൾക്ക് ചേട്ടനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. ബിക്കോസ് ചേട്ടന് തമിഴ് അറിയില്ല. അതാണ് അവളുടെ റീസൺ. അവളുടെ ആഗ്രഹമേ അവളുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് നന്നായിട്ട് തമിഴ് സംസാരിക്കണമെന്നാണ്. ചേട്ടന് അതറിയില്ലല്ലോ. ഓ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതെ, അതുകൊണ്ട് ഇനി അവളുടെ പുറകെ നടക്കരുതെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ. എന്തായാലും തൻ്റെ കൂട്ടുകാർ കണ്ടുപിടിച്ച റീസൺ കൊള്ളാം. എനിക്ക് അതങ്ങ് വല്ലാണ്ട് ബോധിച്ചു. അല്ല, എനിക്കൊരു ഡൗട്ട്. ഈ തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ചെക്കനെയാണോ അതോ തമിഴിനെ തന്നെ മതിയെന്നാണോ തൻ്റെ ഫ്രണ്ട് പറഞ്ഞത്? അങ്ങനൊന്നുമില്ല. തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ആൾ മതി. തമിഴനാണെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ തമിഴ് സംസാരിക്കാൻ പഠിച്ചാൽ പോരെ? അത് ഞാൻ ഏറ്റു. എന്തുവാ? അതോ, നമുക്ക് പഠിക്കാൻ പറ്റിയ നല്ല അസൽ ലാംഗ്വേജാണ് തമിഴ്. സോ ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്നേ താൻ തൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്. വിത്തിൻ 1 നൈറ്റിനുള്ളിലേ തമിഴ് പഠിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. സബാഷ്. അത് സീനിയർ. താനിനി ഒന്നും പറയണ്ട. ഇനി ഒന്നിനും സമയമില്ല. ബാക്കി സംസാരമൊക്കെ ഇനി തമിഴ് പഠിച്ചതിന് ശേഷം. ജാനു, ബായ്. അയ്യോ, ഒരു കാര്യം മറന്നു. ഓയ് ജാനു, ലവ് യു. മീനമ്മ, ബൈ. ഓ ഗോഡ്, ഇനി ഇവൾ എന്നെ കൊല്ലുമല്ലോ. மவளே, நான் உங்ககிட்ட என்ன சொல்ல சொன்னேன்? நீ இப்போ என்ன பண்ணி வச்சிருக்க? நான் என்ன பண்ணேன்? நீ சொல்ல சொன்னதானே நான் சொன்னேன். அதுக்குள்ளே அவங்க ஏதோ சொல்லி எப்படியோ ஆச்சு. எனக்கு அது தெரியலடி. நான் ஒன்றும் பண்ணலை.
என்னை விட்டுடு. உன் பிரச்சனையில் நான் இல்லை. ஏய் ஏய் அங்க நில்லுடி, உன்னை கொன்னே போட்டுடுவேனா? ഇവനിത് എന്ത് പറ്റിയടവേ? വന്നപ്പം മുതൽ ഫോണിലാണല്ലോ. ഇവന് ഫുഡൊന്നും വേണ്ടേ? അല്ല, എന്തോ ഇതിന് മാത്രം അവൻ അതിനകത്ത് കാണാനുള്ളത്? ആ പ്രേമം തലയ്ക്ക് പിടിച്ചാലേ ഇങ്ങനെ പലതും സംഭവിക്കും. എന്തോ നാടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറ. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഒരൊറ്റ രാത്രി കൊണ്ടേ ഒരു സെമസ്റ്റർ നോട്ട് പഠിച്ചു തീർക്കാൻ പറ്റാത്തവനവൻ. അവനാ ഒരു ലാംഗ്വേജ് പഠിച്ചു തീർക്കാൻ പോകുന്നത്. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോടാ ഉവേ? അല്ല സർ, അവനിപ്പോൾ ഒരു കാമുകനാണല്ലോ. സോ അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ അവന് വരും. എന്നിട്ട് നിനക്കൊരു മാറ്റം ഞാൻ കാണുന്നില്ലല്ലോ. അത് പിന്നെ മാറുന്നൊക്കെ ഉണ്ട്. അത് സാറിന് കാണാൻ പറ്റാത്തതാ. മാറ്റങ്ങളൊക്കെ എൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. എൻ്റെ കൈവാക്കിനൊന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ ചോറിന് പകരം ഞാൻ വേറെ വല്ലതും തരും. ചേടാ, ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മനുഷ്യനൊരു കാര്യം ചെയ്ത് കണ്ടൂടെ? ചെറുക്ക, നിനക്ക് കഴിക്കൊന്നും വേണ്ടേ? എനിക്കിപ്പോൾ വേണ്ട, കുറച്ച് പണിയുണ്ട്. നിങ്ങൾ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം. കേട്ടല്ലോ, അവന് കുറച്ച് പണിയുണ്ടെന്ന്. അതുകൊണ്ട് സാറ് വരാൻ നോക്ക്, നമുക്ക് കഴിക്കാൻ നോക്കാം. അവൻ വേണമെങ്കിൽ വിശക്കുമ്പോൾ വന്ന് കഴിച്ചോളും. എങ്ങനെ നടന്ന ചെറുക്കനാ? ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഡിസ്മിസിൽ വാങ്ങാൻ നടന്നവനാ. ഇപ്പം അതെ കോളേജിൽ നിന്ന് ഇറങ്ങാൻ നടക്കുന്നത്. എൻ്റെ കർത്താവേ, നീ ഇതൊക്കെ കാണുന്നുണ്ടോ? ഓ, ശബ്ദം ഉണ്ടാക്കാതൊന്ന് പോയി തരുമോ എല്ലാണോ? ഓ, ചിലക്കാതെ ചെറുക്ക, ഞങ്ങളങ്ങ് പോയി തന്നേക്കാം. എന്തായടാ മോനെ നിന്റെ തമിഴ് പഠിത്തം? വല്ലതുമൊക്കെ നടക്കുമോ? പിന്നല്ല, അതൊക്കെ ഞാൻ നടത്തും. നീ അപ്പോൾ പഠിച്ചോ? പിന്നല്ലാതെ, ഞാനാരാ മോനെന്നാ നിന്റെ വിചാരം? എടാ, ഉള്ളതാണോ ഈ പറയുന്നത്? നീ ശരിക്കും തമിഴൊക്കെ സംസാരിക്കാൻ പഠിച്ചോ? അതൊക്കെ ഓൾ സെറ്റാണ് മാൻ. ഇതൊക്കെ എപ്പോ? അതൊക്കെ നടന്ന്. ആഹാ, നല്ല ബെസ്റ്റ് ടൈം. ദേണ്ടടാ, നിന്റെ ജാനു ദേ വരുന്നത്. നീ ചെന്നിട്ടേ തമിഴിൽ 2 പൊളപ്പൻ ഡയലോഗ് അങ്ങോട്ട് കാച്ച്. ഹായ് സീനിയർ. അല്ല, തമിഴ് പഠിത്തമൊക്കെ എവിടം വരായി? പലതൊക്കെ നടക്കുമോ? ഹലോ, എൻ്റെ അളിയൻ്റെ പവറേ നിനക്കറിഞ്ഞൂടാ. ഈ തമിഴൊക്കെ ഉണ്ടല്ലോ, അവന് വെറും പുല്ലാണ്, പുല്ല്. അതുക്കുള്ള പഠിച്ചിട്ടിയാ? പിന്നല്ലാതെ. ഡാളിയ, നീ പഠിച്ച കുറച്ച് തമിഴുണ്ടല്ലോ, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. ആൾമാർ ഞെട്ടട്ടെ. ஜானு, முன்னாடி வந்து நில்லுமா. உனக்காக தான் என் மச்சா இவ்வளோ கஷ்டப்பட்டு தமிழ் கற்றுக்கிட்டேன். வாமா, வந்து ஏதாச்சும் கேளு. 1 நைட்டுக்குள்ள இவங்க தமிழ் படிச்சிட்டியா? நம்ப முடியலையே. ஏய், என் மச்சானை பற்றி என்ன நினச்சிக்கிட்டு இருக்க? ഡാളിയ, വന്ന് പറഞ്ഞങ്ങോട്ട് ഞെട്ടിക്കടാ. ഓ ദൈവമേ, ഇവൻ എനിക്ക് പണി വാങ്ങി തരുമല്ലോ. ஓ அப்படியா? சரி சரி, நீங்கள் சொல்லிடு. உங்கள் தமிழ் எப்படி இருக்குன்னு நான் கேட்கட்டும். சீனியர், பெஸ்ட் ஆஃப் லக். தேங்க்ஸ் மீனு. தேங்க்ஸ் சொன்னது போதும். ஒழுங்கா உங்களோட தமிழ் சொல்லு. ഹായ്. ഇതാണോ തമിഴ്? ചിലപ്പോഴേ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും. ഓ, എടാ, എന്തെങ്കിലുമൊക്കെ ചോദിക്കടാ, ചുമ്മാ നിൽക്കാതെ. ചോദിക്കാം. ജാനു, നിങ്ങൾ സാപ്പിട്ടിയാ? ഇത് ചോദിക്കാനാണോ ഇവനിങ്ങനെ വിക്കി വിക്കി നിൽക്കുന്നത്? நான் சாப்பிட்டாச்சு. நீங்கள் இன்னும் பேசுங்க. ഓ ഗോഡ്, മാനം പോകാൻ ചാൻസ് ഉണ്ട്. ஏங்க எதுக்காக என்ன இப்படி பார்த்துக்கிட்டு இருக்க? அதான் நீங்கள் தானே சொன்ன உங்களுக்கு தமிழ் நல்லா தெரியும்னு. ஸோ நீங்கள் சொல்லுங்கள் சீனியர். ഇതിന് ഇത്രയ്ക്കൊക്കെ നാക്കുണ്ടായിരുന്നോ? സബാഷ്. ഡാളിയ,
എടാ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയടാ. ആടാ ഞാൻ പറയാം. അത് அது வந்து அது நான் நான் உங்களை God, அது வந்து நான் உங்களை காதல் പറ്റില്ല. അത് வந்து நான் உங்களை லவ் ചെയ്യുന്നു. എന്നാ സീനിയർ ഇതാണോ തമിഴ്? ഇതിലും ഭേദം സീനിയർ മലയാളം തന്നെ സംസാരിക്കുന്നതാ. இப்போ புரியுதுல, உங்களால் தமிழ் சொல்ல முடியாது. ஸோ இனிமே என் பக்கமே நீங்கள் வரக்கூடாது. ஏய் மீனு, இது அவங்களுக்கு கொஞ்சம் புரியிற மாதிரி சொல்லு. போதும் போதும், நானே அவனுக்கு சொல்லி கொடுக்குறேன், நீங்கள் போங்க. அப்போ ஓகே. എടാ അത് പിന്നെ അയ്യോ മതി മതി, ഇനി കൂടുതൽ വിശദീകരിച്ച് ചളമാകണമെന്നില്ല. ഓ എന്തൊക്കെയായിരുന്നു ഇന്നലത്തെ ഷോ. ബാക്കിയുള്ളവനെ വീട്ടിലൊന്ന് സംസാരിക്കാൻ പോലും നീ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് നീ എന്ത് വരടാ ഫോൺ നോക്കിക്കൊണ്ടിരുന്നത്? അത് പിന്നെ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ഇല്ലേ, ഈ തമിഴൊക്കെ സംസാരിക്കാൻ വേണ്ടി. ആ ജോസഫ് സാറേ അപ്പോഴേ പറഞ്ഞതാ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ലെന്ന്. എന്നിട്ട് നിൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ വെറുതെ അവൾമാരോടത്ത് കുറേ പഞ്ച് ഡയലോഗ് അടിച്ച് ഒച്ച നാണം കിട്ടും. എടാ അത് പിന്നെ ഒരു അബദ്ധം. എന്നാലും എൻ്റെ അളിയാ, ഒരു നൈറ്റ് ഫുള്ളിരുന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ടും നിനക്കെന്താണ് ഒരു സെൻറ്റൻസ് എങ്കിലും തെറ്റുകൂടാതെ പറയാൻ പറ്റാഞ്ഞത്? എന്താ പറഞ്ഞാൽ നാവുകളെ ലവ് ചെയ്യുന്നു. തമ്പുരാനെ, എൻ്റെ പൊന്നോ എനിക്ക് വയ്യ. അത് പിന്നെ ഞാനെന്ത് ചെയ്യാനാ, എനിക്ക് വായിലൊന്നും വരണ്ടേ. ഹോ കാണാതെ പഠിച്ചത് വരെ മറന്നുപോയി. കാണാതെ പഠിച്ചെന്നോ? ലൈറ്റായിട്ട്. എൻ്റെ പൊട്ട, അതൊന്നും കാണാതെ പഠിച്ചിട്ട് ഒരു ഗുണമില്ല. അതൊക്കെ നീ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ പിന്നെ നിൻ്റെ ഓർമ്മയിലും വായിലും ഒക്കെ അത് തനിയെ വന്നോളും. ചേടാ അതിന് ആ വീഡിയോ കണ്ടിട്ട് വല്ലതും മനസ്സിലാവണ്ടേ? എങ്ങനെ പോയാ നിനക്ക് തമിഴ് പഠിക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ കോളേജിൽ നന്നായിട്ട് തമിഴ് സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരൊന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. അവർ സംസാരിച്ചിട്ട് എനിക്കിപ്പോൾ എന്ത് കൊടുക്കാനാ? ഒന്ന് പറഞ്ഞ് തീർക്കാൻ സമ്മതിക്കുമോ? അങ്ങനെ വെറുതെ ഒരാളെ കണ്ടുപിടിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നന്നായിട്ട് തമിഴ് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഹെൽപ്പ് ചെയ്താലേ നിനക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ആദ്യം പറഞ്ഞത് ശരിയാ. അത് ശരിയാണല്ലോ, അത് തരക്കേടില്ലാത്ത ഐഡിയ ആണല്ലോ. അല്ല അതിനിപ്പോൾ ഇവിടെ ആരാ തമിഴ് സംസാരിക്കുന്നത്? അളിയാ, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്ന? വേണ്ടേ, എനിക്ക് തന്നെ നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ എന്തൊക്കെയോ വായി വരുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് നീ തടി വീഴാനൊന്നും നോക്കണ്ട. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നീ തമിഴ് സംസാരിക്കുന്നുണ്ട്. സോ നിനക്ക് ഇവൻ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എടാ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചുമ്മാ വായി വരുന്ന തട്ടി വിടുന്നതാ. മതി മതി, ഇനി നീ ഒന്നും പറയണ്ട. ഇന്ന് മുതൽ നീ എന്നെ തമിഴ് പഠിപ്പിച്ചോണം. ഞാനോ? അതെ, നീ തന്നെ. അയ്യോ സംസാരിച്ചിന്ന് സമയം പോയി. ദേ ക്ലാസ് തുടങ്ങാൻ സമയമായി, പെട്ടെന്ന് വരാൻ നോക്ക്. മോനെ ടൈസ. എന്താടാ? എന്താന്നോ? ഞാനിന്ന് പറഞ്ഞൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നീ അതിനെന്തോ പറഞ്ഞു? ടൈസ, മര്യാദയ്ക്ക് കളിക്കാതെ വന്നെന്നെ പഠിപ്പിക്കാൻ നോക്ക്. പഠിപ്പിക്കാനോ? അത് നമ്മുടെ ടേസിനോ? ഓരോ സെമ്മും കഷ്ടിച്ച് പാസ്സാകുന്ന അവൻ നിന്നെ എന്തോന്ന് പഠിപ്പിക്കാനാ?
അതൊക്കെ ഉണ്ട് സാറേ. ഇതേ സിലബസിലുള്ളതല്ല. പിന്നെ ഇവൻ എന്തോന്നാ പഠിപ്പിക്കാൻ പോകുന്ന? ആ, ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും ജോസായിട്ട് അറിഞ്ഞില്ലല്ലോ. ബാ പറഞ്ഞുതരാം. ആഹാ, കൊള്ളാലോ. തമിഴ് പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ കൊള്ളാം. ലാസ്റ്റ് നീയൊക്കെ കാട്ടിക്കൂട്ടുന്നൊക്കെ എൻ്റെ തലയിൽ വന്ന് വീഴരുത്. ഇനി എനിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ ആട്ടുകൂടെ കേൾക്കാൻ വയ്യ. ആ മതി മതി, ഞങ്ങളെ ട്രോൾ ചെയ്തൊക്കെ മതി. തൽക്കാലം നിങ്ങളൊക്കെ ഒന്ന് പോകാൻ നോക്കിയേ, ഞങ്ങൾ നല്ല ബിസിയാണ്. ഓ ഓ ആയിക്കോട്ടെ. വാടാ പിള്ളേരെ, നമുക്കങ്ങ് പോകാം. അങ്ങനെ എല്ലാ എണ്ണവും പോയി. അപ്പം എങ്ങനെ തുടങ്ങല്ലേ? വേറെ വഴിയില്ലല്ലോ. വന്നിരിക്കേ. എന്തായടാ മോനെ തമിഴൊക്കെ പഠിപ്പിക്കല്? വല്ലതൊക്കെ നടക്കുവോ? എന്തോന്ന് പഠിക്കാൻ? നിനക്കൊക്കെ എന്താടാ, വെറുതെ കുറേ സമയം കളഞ്ഞതല്ലാതെ ഒന്നും നടന്നില്ല. പിന്നെ ലാസ്റ്റ് ഗതി കേട്ടപ്പം അവൾ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ ഞാനങ്ങ് എഴുതി കൊടുത്ത് അതിരുന്ന് കാണാതെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇന്നിനി അവൻ എന്ത് കാട്ടിക്കൂട്ടുമെന്ന് തമ്പുരാന് മാത്രം അറിയാം. അപ്പം അവനൊന്നും പഠിച്ചില്ലേ? നടക്കും. ഇങ്ങനെ പോയാൽ പലതും നടക്കും. നിനക്കൊക്കെ അറിയോ, രാത്രിയിൽ ഒരു പോള കണ്ണേൻ അടച്ചിട്ടില്ല. ഓരോന്നും ചോദിച്ച് എൻ്റെ ജീവൻ അവനെടുത്ത്. എന്നിട്ടോ പലതും പഠിച്ചോ? അതുമില്ല. വാവ്, അടിപൊളി. എന്നിട്ടാണോ രാവിലെ തന്നെ അവൻ കോളേജിലോട്ട് ഓടിയത്? ആഹാ, ഇതിനിടെ കോളേജിലേക്കും പോയോ? പിന്നല്ലാതെ. രാവിലെ ഉണർന്ന ഉടനെ ഞങ്ങൾ എടുത്തു വന്നിട്ട് എന്തൊക്കെയോ പഠിച്ചെന്ന് പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരത്തെ ഒരുങ്ങിപ്പോയി. എന്നാൽ ഞങ്ങളും കൂടെ വരട്ടെന്ന് പറഞ്ഞിട്ട് അവന് നേരത്തെ ചെന്ന് അവളെ കാണണമെന്ന്. എൻ്റെ കർത്താവേ, ഇന്നിനി ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് എന്താണോ അവൻ വാങ്ങിക്കൂട്ടാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ വാ, ഭാഗ്യമുണ്ടെങ്കിലേ നമുക്ക് ആ പെർഫോമൻസ് ലൈവായിട്ട് കാണാം. ഡാ ജെറി. നേരത്തെ എത്തിയോ രണ്ടും? പിന്നെ എത്താതിരിക്കുമോ? ഞങ്ങൾക്ക് രാവിലെ കളക്ഷൻ എടുക്കാനുള്ളതല്ലേ മോനെ. ഇങ്ങനെ പോയാലേ നീയൊക്കെ റാമിൻ്റെ കൈ കൊണ്ട് തന്നെ തീരും. അവൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ആലോചിച്ചത്. അല്ല, അവനിട്ട് പണി കൊടുക്കണ്ടേ? എന്തിനെന്നോ? ഫസ്റ്റ് ഡേ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊക്കെ മോനങ്ങ് മറന്നോ? ചുമ്മാ കിട്ടിയതല്ലല്ലോ, നിൻ്റെയൊക്കെ കയ്യിരിപ്പിനെ അവൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് വാങ്ങിയതല്ലേ. എന്താ അന്ന് കിട്ടിയൊന്നും നിനക്ക് പോരെ? എടാ പുല്ലേ, നീ ശരിക്കും അവൻ്റെ കൂടാണോ അതോ ഞങ്ങളുടെ കൂടാണോ? നിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ അവൻ്റെ കണ്ണിൽ ഞാൻ ശത്രുവായത്. ചേടാ, നിനക്കെന്തിനാടാ അവനോട് ഇത്ര സോഫ്റ്റ് കോർണർ? അതൊന്നും അവന് നിന്നോട് തിരിച്ചില്ലല്ലോ. പിന്നെ ഫസ്റ്റ് ഡേ നീ നോട്ടോട്ട പെണ്ണിൻ്റെ പുറയിലാ അവനിപ്പം നടക്കുന്നത്. നിനക്കത് കണ്ടിട്ട് ഒരു ദേഷ്യവും തോന്നില്ലേ? ഞാനെന്തിനാടാ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? എൻ്റെ ലൈഫിലെ ഞാൻ ആദ്യമായിട്ട് കാണുക അവനൊരു പെങ്കൊച്ചിൻ്റെ പുറകെ നടക്കുന്നത്. സോ അവൻ ആ കുട്ടിയുടെ കാര്യത്തിൽ നല്ല സീരിയസാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ആ കുട്ടിയെ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് നീമാർ വെറുതെ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടരുത്. അപ്പോൾ നീ ആ കൊച്ചിനെ വിട്ടോ? അവൻ ആ കൊച്ചിനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ആ പരിപാടി വിട്ടു. പെണ്ണിനെ വേണ്ടെങ്കിൽ വേണ്ട, അത് പോട്ടെ. പക്ഷേ അവനിട്ടൊരു നല്ല പണി കൊടുത്തേ പറ്റത്തുള്ളൂ. അവനെ നമ്മുടെ സീനിയേഴ്സിൻ്റെ മേലെ കൈവച്ചത്. എടാ, നിനക്കൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് മതിയായില്ലേ? നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാ ആവശ്യമില്ലാതെ ഓവറായിട്ട് ആരെയും റാഗിയാൻ നിൽക്കരുതെന്ന്. പക്ഷെ നീയൊന്നും അത് കേട്ടില്ല. അവസാനം അവൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊക്കെ കിട്ടുമെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇടയിൽ വന്ന് കയറിയത്. എന്നിട്ടിപ്പോൾ എന്തായി? അവൻ എന്നോടുള്ള ദേഷ്യം കൂടി, അതല്ലാതെ വേറൊന്നും നടന്നില്ല. അല്ലേലും എപ്പോഴും ഇങ്ങനെയാണല്ലോ, എന്ത് വന്നാലും നീ അവൻ്റെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ. അവൻ്റെ ഭാഗത്ത് ശരിയുണ്ട്, അതാ ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ ഇടയിൽ ഞാൻ അവൻ്റെ കണ്ണിൽ ശത്രുവായിപ്പോയി. അതിനിപ്പോൾ എനിക്കെന്തോ ചെയ്യാൻ പറ്റും? ഇനി അവൻ്റെ പേര് പറഞ്ഞ് രണ്ടും കൂടെ തുടങ്ങണ്ട. ഒന്നെങ്കിൽ അവന് പണി കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തിയേക്ക്. എന്നാലേ ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത്. അത് പറഞ്ഞാൽ പറ്റില്ല. ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ അവനിട്ടൊരു കൊട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോൾ അവനിട്ട് കൊട്ട് കൊടുക്കാനേ നമ്മുടെ മുന്നിൽ വലിയൊരു ചാൻസ് തന്നെ ഉണ്ട്. എന്താ നീ പറഞ്ഞു വരുന്നത്? ഞാനേ ആ തമിഴത്തിയുടെ കാര്യം ഉദ്ദേശിച്ചത്.
അവൻ അത്രയ്ക്ക് അവളെ ഇഷ്ടമായ സ്ഥിതിക്ക് അവളെ തൊട്ടാലേ അവന് പൊള്ളും. ദേ കിച്ചു, എൻ്റെ വായിരിക്കുന്ന നീ കേൾക്കരുത്. എടാ, അവനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലേ അത് അവനോടായാൽ മതി. അതിന് വെറുതെ ആ പാവം പിടിച്ച കൊച്ചിൻ്റെ മെക്കിട്ട് കയറാൻ നോക്കരുത്. അല്ല, എന്ന് തൊട്ടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? എടാ, നമുക്കും പെങ്ങന്മാരൊക്കെ ഉള്ളതല്ലേടാ. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലും നീ ഇതിലേക്ക് ആ കൊച്ചിനെ വലിച്ചിടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എടാ അളിയ, ഡാക്കിച്ചു, അവൻ പറഞ്ഞത് ശരിയാ. വെറുതെ റാമിനോടുള്ള ദേഷ്യത്തിന് ആ കൊച്ചിനെ ശല്യം ചെയ്യുന്നത് ശരിയല്ല. എടാ അളിയ, സോറിയടാ. ഞാൻ പെട്ടെന്ന് ആ റാമിനോടുള്ള ദേഷ്യത്തിൽ അറിയാതെ ചിന്തിക്കാതെ പറഞ്ഞു പോയതാടാ. എനിക്ക് മനസ്സിലായടാ, നീ പെട്ടെന്നുള്ള വാശിയുടെ പുറത്ത് പറഞ്ഞതാണെന്ന്. സാരമില്ല, അത് വിട്. പിന്നെ നിനക്ക് ഇനി അവനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞോ അല്ലെങ്കിൽ തല്ലിയോ തീർക്കാം. വേണമെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് എത്ര തല്ല് വാങ്ങാനും ഞാൻ റെഡിയാ. ബട്ട് നിങ്ങളുടെ പ്രശ്നത്തിനിടയിൽ ആ കുട്ടിയെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഏയ് ഇല്ലടാ, അതെനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ. ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. ഹലോ സാർ, രാവിലെ ഒരുങ്ങിക്കെട്ടി വന്നതേ ഈ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് വായി നോക്കാനാണോ? ആ, നിങ്ങൾ വന്നോ? എന്താണെന്നറിയത്തില്ല, ജാനു ഇന്ന് വരാൻ നന്നായിട്ട് ലേറ്റാവുന്നുണ്ട്. വന്നാൽ നീ അങ്ങ് മലത്തും. ആ, നീ എന്തെങ്കിലും പറഞ്ഞോ? ഹേയ്, ഞാനൊന്നും പറഞ്ഞില്ല. ദോ വരുന്നു നിൻ്റെ ജാനു. ആ, ജാനു. എൻ്റെ ദൈവമേ, ഇന്ന് നല്ല കിടുക്കാച്ചി പോലെ എനിക്ക് തമിഴ് പറയാൻ പറ്റണേ. നീ ഇവിടെ നിൽക്കുന്നുണ്ടാണോടാ അവർ ഈ വഴി വരാതെ ആ വഴി പോകുന്നത്? സംശയം എന്താ? ഇന്നും ഇവൻ തമിഴ് സംസാരിക്കുന്നു, അവളുമാർക്കറിയാം. അതുകൊണ്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കുക. ഓ, അതിനാണോ? എന്നാ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. നീ ഇതെന്തോ ചെയ്യാൻ പോവാ? അതൊക്കെയുണ്ട്, വെയിറ്റ് ആൻഡ് വാച്ച്. ஏய் ஜானு, ஏண்டி அந்த பக்கம் போகாமல் இந்த பக்கம் வந்த? பாவம், அவங்க உன்னை தாண்டி வெயிட் பண்ணிக்கிட்டு இருக்க. ஏய் மீனு, காலங்காத்தால அவங்கள சப்போர்ட் பண்ணாமல் ஒழுங்காக என் கூட வா. ഓയ് ചെല്ലോ. ചെല്ലോ? കർത്താവാണ്, എനിക്കറിയാൻ പാടില്ലടാ. ഞാൻ ഇങ്ങനൊന്നും അവന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതൊക്കെ അവൻ വേറെ എവിടെ നിന്ന് ഒപ്പിച്ചതാ. എന്തായാലും നിങ്ങൾ വരാൻ നോക്ക്. അവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ നടക്കും. വാ വാ, നമുക്ക് പോയി കാണാം. ஹாய் செல்லம். ஏய் செல்லம், நீ சொன்ன மாதிரி நான் தமிழ் படிச்சுக்கிட்டேன். என்ன நீ நம்பலையா? வேணும்னா நான் சொல்லித்தரேன். ஓ அப்படியா? ம், நீங்கள் சொல்லுங்கள், நான் கேட்கட்டும். ஆமாம் செல்லு, நான் நிறைய படிச்சுட்டேன். சாப்பிட்டியா, தூங்கியா, நீ என்ன பண்ணுற, அதுக்கப்புறம் நீ எங்கே போகிற, பின்ன உனக்கு உனக்கு என்ன பிடிக்குமா, அப்படி நிறைய கற்றுக்கிட்டேன். ம், புரியுது. நீங்கள் நல்லா தமிழ் கற்றுக்கிட்டேன்னு உங்கள் பேச்சில் தெரியுது. அப்புறம் செல்லு, இப்போ நீ சொன்னது எனக்கு புரியுது. ஓ அப்படியா? அடக்கடவுளே, அவ கிண்டல் பண்ணுறது கூட புரியலை. மக்கு மக்கு. என்ன மீனம்மா, என்னோட தமிழ் எப்படி இருக்கு? സൂപ്പർ സീനിയർ. കടവുളെ, ഇവനെന്തിനാ അവളെ മീനമ്മയെന്ന് വിളിക്കുന്നത്? അത് ഞാനല്ലേ വിളിക്കുന്നത്. ഓ, ഒന്ന് മിണ്ടാതിരിക്കും ശവമേ. ആനക്കാര്യത്തിൻ്റെ ഇടയിൽ അവൻ്റെ ഒരു ചേനക്കാര്യം. അല്ല, ഈ വാക്കുകളൊക്കെ ഇവനെങ്ങനെ കാണാതെ പഠിച്ച്? സ്കൂൾ പിള്ളേർ എക്സാമിന് പഠിക്കുന്നത് പോലെ രാത്രി കുത്തിയിരുന്ന് പഠിച്ചതാ. ആകപ്പാടി അവൻ അത്രയും വാക്കുകളെ പഠിച്ചുള്ളൂ. അവൾ വേറെ വല്ലതും ചോദിച്ചാലുണ്ടല്ലോ അവൻ പെട്ടുപോകും. അടിപൊളി, 10 വാക്ക് പഠിച്ചതിൻ്റെ ഷോയാണോ അവനീ കാണിക്കുന്നത്? അല്ല, ഇവനെന്തിനാ അവളിങ്ങനെ ചെല്ലാൻ വിളിക്കുന്നത്? കേട്ടാലേ എനിക്ക് തന്നെ എന്തോ പോലെ. പേടിക്കണ്ട, അതെ അവളുടെ കയ്യിൽ നിന്ന് 2 കിട്ടുമ്പോൾ അങ്ങ് മാറിക്കോളും. என்ன செல்லம், என்னோட தமிழ் உனக்கு பிடிக்கலையா? நீ ஒன்றும் நினச்சி பயப்பட வேண்டாம். ஏன்னா நான் இப்போ நிறைய தமிழ் கற்றுக்கிட்டேன், இன்னும் நிறைய கற்றுக்குவேன். அதுக்கப்புறம் நமக்கு தாராளமாக பேசலாம். உனக்கு ஓகேவா செல்லம்? ஓ கடவுளே, முதல்ல இப்படி செல்லம் செல்லம் கூப்பிடுறது நிறுத்து.
ഇവളെന്തോ ഈ പറയുന്നത്? അറിയാവുന്ന പോലെ ആക്ട് ചെയ്യാം. என்ன செல்லம், என்ன சொல்ற நீ? உங்களுக்கு புரிய மாட்டா. ஏன்னா உங்களுக்கு தமிழே தெரியாது. எங்கேருந்தோ கொஞ்சம் வேர்ட்ஸ் கற்றுக்கிட்டு வந்து என் முன்னாடி ஷோ பண்ணால் நான் நம்புவேன்னு நினச்சிங்களா? கிடையவே கிடையாது. நான் உங்களை மாதிரி மக்கு கிடையாது. പൊക്കി, കയ്യോടെ പൊക്കി. யோ மக்கு சீனியர், இங்கே வாங்க. ஆ நானா மக்கு? நான் ஒன்றும் மக்கு கிடையாது. உன் லவ்வரில் அவ தான் மக்கு. லவ்வரா? யாரோட லவ்வர்? நான் அப்படி சொல்லலை. உன் லவ்வராக அவள் ட்ரை பண்ணால, ஸோ உனக்கு அவள் லவ்வர் மாதிரி இல்லை, அதனால சொன்னேன். நான் அவங்களுக்கு லவ்வரும் கிடையாது, ஒரு மண்ணும் கிடையாது. ஒழுங்கா அவங்களுக்கு ஏதாச்சும் நல்ல புத்தி சொல்லி வை. அப்புறம் செல்லம், நிறுத்துங்க. ஏன் என்ன செல்லன்னு கூப்பிட்டுருக்க? அது கேட்கும்போது எனக்கு எப்படின்னு தெரியுமா, கில்லி மூவியில் வர முத்துப்பாண்டி மாதிரி இருக்கு. அப்படி ஃபீல் பண்ணுறேன். ஸோ தயவு செஞ்சு என்னை அப்படி கூப்பிடாதே. ഏൻ ജാനു, എന്നാച്ച്? എടാ ഒന്നും മിണ്ടാതിരിക്കടാ, ഇനി അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടണോ? ஏய் மீனம்மா, சும்மா வேடிக்கை பார்க்காம உனக்கு ஏதாச்சும் பண்ணக்கூடாதா? நான் என்ன பண்ணணும்? இது அவங்களோட விஷயம். நான் இதுக்குள்ளே வர மாட்டேன் சாமி, ஆளை விடுங்க. ஷோ மக்க சீனியர், அவகிட்ட உங்களுக்கு என்ன பேசு? உங்களுக்கு ஏதாச்சும் சொல்லணும்னா என்கிட்ட சொல்லு. அது வந்து ஜானு, நான் ராம்கிட்ட எல்லாம் சொல்லி வைக்கிறேன். நீங்கள் கிளாஸுக்கு போங்க. உங்களோட கிளாஸ் ஸ்டார்ட் பண்ணுறதுக்கு டைம் ஆயிடுச்சு. அச்சோ கடவுளே, டைம் ஆயிடுச்சு. ஜானு வா, நமக்கு போகலாம். அட வாம்மா, சார்கிட்ட இந்த திட்டு வாங்க போகிறேன். അല്ല, എന്താ സാറിൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? എടാ പുല്ലേ, നീ ആകെപ്പാട് പഠിച്ചത് 10 വേർഡ്സ്. അത് വെച്ചിട്ട് അവളോട് തന്നെ നിനക്ക് സംസാരിക്കാൻ പോകണമായിരുന്നോ? അല്ല, ചുമ്മാ പഠിച്ചാൽ മാത്രം പോരല്ലോടാ, കുറച്ച് പ്രാക്ടിക്കലൊക്കെ വേണ്ടേ? അടിപൊളി. നീ പ്രാക്ടിക്കൽ നടത്താൻ വേണ്ടിയിട്ടാണോ രാവിലെ തന്നെ കെട്ടിയൊരുക്കി ഇങ്ങോട്ട് വന്നത്? അതെ. ഞങ്ങൾ വന്നില്ലെങ്കിലേ കാണാറുത് മോനിന്നേ മിക്കവാറും ആ ചുമരുമ പടമായിട്ടിരുന്നേനെ. പിന്നെ അത്രയ്ക്കൊന്നും കളിയാക്കണ്ട, ഞാൻ നന്നായിട്ട് തന്നെ സംസാരിച്ചത്. എന്തോ? എങ്ങനെ? അത് പിന്നെ എന്താ, അത്രയ്ക്ക് മോശമായിരുന്നു? പിന്നെ ഭയങ്കര ബേഷായിരുന്നല്ലോ. ആ സംസാരത്തിൻ്റെ ഗുണം കൊണ്ടാണല്ലോ മോന് പുതിയ പേര് കിട്ടിയത്, മുത്തുപ്പാണ്ടി. എന്നാലും നിനക്ക് നല്ല ചേർച്ചയുണ്ട്. എനിക്കറിയാൻ പാടത്തിന് ചോദിക്കാം, നിനക്ക് എങ്ങനെയാടാ ഇതിനൊക്കെ പറ്റുന്നത്? എടാ മതിയടാ, അവൻ അറിയാത്തോണ്ട് പറ്റിപ്പോയതല്ലേ. നിങ്ങളത് വിടാൻ നോക്ക്. ഇവനോട് ആരെങ്കിലും പറഞ്ഞോ വേലിയിലിരുന്ന പാമ്പിനെടുത്ത് തോളെ വെക്കാൻ? അതിന് മാത്രം ഞാനിപ്പോൾ എന്തോ ചെയ്ത്? അയ്യോ, മുത്തുപ്പാണ്ടിക്ക് ഇതുവരെ ഒന്നും കത്തിയിട്ടില്ല. ഷെടാ, നീ ഇപ്പം എന്തിനാ എന്നെ മുത്തുപ്പാണ്ടി എന്ന് വിളിക്കുന്നത്? അല്ല, അവളും സംസാരിക്കുന്നതിനിടയിൽ മുത്തുപ്പാണ്ടിയുടെ കാര്യം പറയുന്നത് കേട്ടായിരുന്നു. എന്തു വരുന്നത്? കിണിക്കാതെ കാര്യം പറയടാ ശവങ്ങളെ. ഞങ്ങളായിട്ട് ചിരിക്കുന്നതല്ലല്ലോ മോനെ, നീ ഞങ്ങളെ ചിരിപ്പിക്കുന്നതല്ലേ. അല്ല, നീ എന്തിനാ അവളെ ചെല്ലോന്ന് വിളിക്കുന്നത്? നിനക്ക് ആ പേരെവിടുന്ന് കിട്ടി? അത് പിന്നെ ഞാനൊരു മൂവി കണ്ടപ്പോൾ കിട്ടിയതാ. അപ്പം ഗില്ലിക്കകത്തുനിന്ന് കിട്ടിയതാ? അതെ. നിനക്കതെങ്ങനെ മനസ്സിലായി? ഇവ വെറും പൊട്ടനല്ലടാ, ഭൂലോക പൊട്ടൻ. അല്ലടാ മോനെ റാമേ, നമ്മുടെ ഈ ഗില്ലി മൂവി ഉണ്ടല്ലോ, അതിനകത്ത് തൃശ്യ ചേച്ചി ചെല്ലോന്ന് വിളിക്കുന്ന ആരാ? അത് നമ്മുടെ മുത്തുപ്പാണ്ടി. അതെങ്കിലും അറിയാലോ. ഇനി ഈ മുത്തുപ്പാണ്ടി ഗില്ലി മൂവിയിലാരാ? വില്ലനല്ലേ? കൊച്ചു കള്ളൻ, മനസ്സിലാക്കി കളഞ്ഞ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ അവൾക്കിപ്പോൾ വില്ലൻ ഇമേജിലാണെന്നാണോ? ഷിറ്റ്,